എന്തിനാ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നേ ഇതുപോലെ സമരമൊക്കെ ചെയ്തിട്ട്? സംഗതി എന്താണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നമ്മുടെ ഷഹബാസ് എന്ന് പറയുന്ന ആ ഒരു പയ്യനെ എന്താ പറയാ, അത്രയും ബ്രൂട്ടലായിട്ട് കൊന്ന ആ വിദ്യാർത്ഥികൾ എന്നൊന്നും പറയാൻ പറ്റില്ല, അത്രയും ക്രിമിനൽസ്, അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാനും അതിനും വേണ്ടി രാവും പകലില്ലാണ്ട് ഇപ്പൊ നോമ്പും കൂടിയാണ്. ആ ഒരു സമയം നോമ്പ് തുറക്കാനാണെങ്കിലും നോമ്പ് ഉള്ളവരാണെങ്കിലും രാവും പകലില്ലാണ്ട് അത് യുവാക്കൾ ചെറിയ അവരുടെ കൂടെ പഠിക്കുന്ന അവന്റെ സഹപാഠികളൊക്കെ കൂടി റോട്ടിലിറങ്ങി സമരം നടത്തണം അവന് നീതിക്ക് വേണ്ടിയിട്ടോ. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു ഇത് കിട്ടുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് ഒരു വിധത്തിലും ഇതിന് ഒരു നീതി ഷഹബാസിനും അവന്റെ കുടുംബത്തിനും അല്ലെങ്കിൽ അവനെ സ്നേഹിച്ചവർക്ക് ഒരു രീതിക്ക് നീതി ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യം 100% ഉറപ്പുള്ള ഒരു കേസാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം ഇതിലും വലിയ സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിൽ എത്ര പേര് ഇനിയും ഇതിന് മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. ഒരാള് എന്തായാലും മുന്നോട്ട് പോകുന്നുള്ള ഒരു കാര്യം എനിക്കറിയാം. കാരണം ആ ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ട ഈ ഒരു പയ്യൻ, കാരണം അവന്റെ കൂടപ്പിറപ്പിനേക്കാളും അവന് കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ അവന്റെ കൂടപ്പിറപ്പിനേക്കാളും ബന്ധമായിരുന്നു അവന്റെ കൂട്ടുകാരനായ ഷഹബാസ് എന്ന് പറയുന്ന ഈ ഒരു പയ്യനോട്. ആരൊക്കെ പിരിഞ്ഞാലും അവൻ ഇത് മറക്കില്ല എന്നുള്ള കാര്യം നമുക്ക് 100% ഉറപ്പാണ്. പിന്നെ ഇതിനെതിരെയായിട്ട് ഗവൺമെന്റ് ഇതുവരെയായിട്ടും ഒരു ആക്ഷൻ എടുത്തില്ല. പക്ഷെ സമരം ചെയ്തവർക്കെതിരെ ആക്ഷൻ എടുത്ത് കേസെടുത്ത് അവരെ അകത്തിടാനുള്ള മാക്സിമം വകുപ്പുകളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ കോടതിയാണ് ഒരുപക്ഷെ ഇത് തീരുമാനിക്കുന്നത്, എന്താണ് എങ്ങനെയാണെന്നുള്ളത് തീരുമാനിക്കുന്നത്. പിന്നെ 18 വയസ്സിന് താഴെയായിട്ടുള്ള ആർക്കും ആരെയും പത്താം കൊല്ലം എന്ത് വേണേലും ചെയ്യാം. അവർക്ക് മറ്റേ നിർഗുണ പഠനശാല എന്തിട്ടോ ആ ഒരു സാമാനോടല്ലോ നന്നാക്കാൻ കൊണ്ടുപോകുന്ന ഒരു വീട്, അവിടെ നല്ല ഫുഡും എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഇതിലും വലിയൊരു അറാന്തർന്നവനായിട്ട് അല്ലെങ്കിൽ ഇതിലും വലിയൊരു ക്രിമിനലായിട്ട് തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങി വരുള്ളൂ. കാരണം അതിലും വലിയ ആൾക്കാരായിരിക്കും അവിടെയൊക്കെ കൂടി കൊള്ളുന്നത്. അത്യാവശ്യം നല്ലൊരു നിയമം, അത്യാവശ്യം നല്ലൊരു നീതിയും കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ജനങ്ങൾ ഇതിനു വേണ്ടി ഇത്രയും രാപ്പകലില്ലാണ്ട് ആ ഒരു പയ്യന് വേണ്ടി ഈ റോട്ടിലിറങ്ങോ അല്ലെങ്കിൽ തെരുവിലിറങ്ങോ ഈ വിദ്യാർത്ഥികൾ, അതും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷമാണെന്നോ അല്ലെ വലതുപക്ഷമാണെന്നോ ഒരു പാർട്ടിയിലും സജീവമായിട്ട് പ്രവർത്തിക്കുന്നതാണെന്നോ അല്ലെങ്കിൽ ഒന്നുമില്ലവൻ ഇവന് നീതിക്ക് വേണ്ടി ഇറങ്ങിയവരെന്നും എനിക്ക് തോന്നുന്നത് ഇവന് കൂടപ്പിറപ്പിനേക്കാൾ വലിയ ബന്ധമുള്ളവരാണ്. അതാണ് സുഹൃത്തുക്കൾ, അത്രയും വേണ്ടപ്പെട്ട അവന്റെ സുഹൃത്തുക്കളാണ് ആ ഒരു ഇതിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇതൊന്നും കാണുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു വല്ലായ്മ. ഇതൊക്കെ എവിടെ പോയി അവസാനിക്കും എന്തോ